മാറിപ്പോയ പ്രവചനം. ബീജാപൂർ രാജ്യം ഭരിച്ചിരുന്ന സുൽത്താന് അയൽ രാജ്യം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായരോട് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു. ഒരു യുദ്ധം ജയിച്ച് വിജയനഗര സാമ്രാജ്യത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് സുൽത്താൻ പരിശ്രമിക്കുകയായിരുന്നു. സുൽത്താന്റെ കുതന്ത്ര പ്രയോഗങ്ങൾ കൃഷ്ണദേവരായർക്കും അറിയാമായിരുന്നു. ഒരു യുദ്ധത്തിൽ കൂടി ബീജാപൂർ പിടിച്ചെടുത്ത് തൻ്റെ രാജ്യത്ത് ശാശ്വത സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി കൃഷ്ണദേവരായരും പടയൊരുക്കം ചെയ്യുകയായിരുന്നു. ചാരന്മാർ മുഖേന ആ രഹസ്യം ചോർത്തിയെടുത്ത സുൽത്താൻ യുദ്ധത്തിൽ നിന്ന് കൃഷ്ണദേവരായരെ പിന്തിരിപ്പിക്കുന്നതിന് മറ്റൊരു കുതന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. തൻ്റെ സൈന്യനിരയിലെ ജ്യോത്സ്യമറിയാവുന്ന ഒരു ഭടനെ തിരഞ്ഞെടുത്ത് അവന് വേണ്ടത്ര നിർദ്ദേശങ്ങളും കൊടുത്ത് അതീവ രഹസ്യമായി അവനെ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് പറഞ്ഞയച്ചു. ജ്യോത്സ്യന്റെ വേഷത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൽ എത്തിച്ചേർന്ന സുൽത്താന്റെ ചാരൻ പല പ്രവചനങ്ങളും നടത്തി നാട്ടുകാരുടെ പ്രശംസ പിടിച്ചുപറ്റി. ത്രികാലജ്ഞാനിയെന്നും യോഗീശ്വരനെന്നും അവതാരമൂർത്തിയെന്നുമൊക്കെ പറഞ്ഞ് ജനങ്ങൾ ആ ചാരനെ പുകഴ്ത്തിപ്പാടുവാൻ തുടങ്ങി. വിവരം കൃഷ്ണദേവരായരുടെ ചെവിയിലും എത്തിച്ചേർന്നു. ജ്യോതിഷ ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ടായിരുന്ന കൃഷ്ണദേവരായർ ഒരു ഭൃത്യനെ പറഞ്ഞയച്ച് ആ ജ്യോത്സ്യനെ കൊട്ടാരത്തിൽ വരുത്തി. മഹാരാജാവിൻ്റെ ഭൂതം, ഭാവി, വർത്തമാനം ഇത്യാദി കാലാനുഭവങ്ങളെക്കുറിച്ച് വിശദമായി പ്രവചനം നടത്തിയ ജ്യോത്സ്യൻ ഇനി 3 വർഷക്കാലത്തേക്ക് ആരുമായും യുദ്ധത്തിൽ ഏർപ്പെടരുതെന്നും തുംഗഭദ്ര നദി കടക്കുവാൻ ഇടയായാൽ അക്ഷണം മഹാരാജാവിന് മരണം സംഭവിക്കുമെന്നും പ്രവചിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മഹാരാജാവിന് ദുഃഖം തോന്നി. ഒന്നും കേൾക്കണ്ടായിരുന്നു, അറിയണ്ടായിരുന്നു. അടുത്ത പൗർണമി ദിനത്തിൽ സുൽത്താനുമായി യുദ്ധം ചെയ്യുവാൻ നാം തീരുമാനിച്ചിരുന്നതാണ്. അതുപോലെ തുംഗഭദ്ര നദിയുടെ മറുകരയിലുള്ള ക്ഷേത്രോത്സവത്തിലും പങ്കെടുക്കണമെന്ന് നാം തീരുമാനിച്ചിരുന്നതാണ്. ഇപ്പോഴിതാ തൻ്റെ തീരുമാനങ്ങളെല്ലാം മാറ്റേണ്ടതായി വന്നിരിക്കുന്നു. ചിന്താക്കുഴപ്പത്തിലായ കൃഷ്ണദേവരായർ അസ്വസ്ഥതയോടെ ഉലാത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് തെന്നാലി രാമൻ അവിടേക്ക് കടന്നു വന്നത്. ചിന്താവിവശനായി മഹാരാജാവിനെ കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് രാമന് തോന്നി. പ്രഭു, അങ്ങെന്താണ് അസ്വസ്ഥനായി കാണപ്പെടുന്നത്? രാമനെ കണ്ടപ്പോൾ രാജാവിന് ആശ്വാസമായി. ഇതുപോലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുവാൻ മിടുക്കനാണല്ലോ തെന്നാലി രാമൻ. അദ്ദേഹം വിവരങ്ങളെല്ലാം വിശദമായി രാമനോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തെന്നാലി രാമൻ പൊട്ടിച്ചിരിച്ചു. ഗുരുതരമായ ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ചിരിക്കുന്നുവോ? രാജാവിൻ്റെ ചോദ്യത്തിൽ നീരസം കലർന്നിരുന്നു. പ്രഭു, അടിയന്റെ സംശയം വാസ്തവവിരുദ്ധമായിരുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അറിയാതെ ചിരിച്ചുപോയതാണ്. എന്താണ് നിങ്ങൾ പറയുന്നത്? ആ ജ്യോത്സ്യനെക്കുറിച്ച് ആരംഭം മുതലേ അടിയന് സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ആരാണെന്ന് വ്യക്തമായിരിക്കുന്നു. ആരാണയാൾ? ചക്രവർത്തി ചോദിച്ചു. സുൽത്താന്റെ ചാരൻ, അല്പസ്വല്പം ജ്യോതിഷം പഠിച്ചിട്ടുള്ള അഭിനവ ചാരൻ. വാസ്തവമോ? അതെ തിരുമേനി. ആദ്യം മുതൽക്കേ അവന്റെ നീക്കങ്ങൾ അടിയൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലെല്ലാം അയാൾ ചുറ്റിക്കറങ്ങുന്നത് കണ്ടപ്പോൾ മുതൽ അടിയന് സംശയം തോന്നി തുടങ്ങിയതാണ്. ദൈവാധീനം, കൃഷ്ണദേവരായർ ആശ്വാസത്തോടെ നിശ്വസിച്ചു. രാമ, നമ്മുടെ ആയുധ കിടങ്ങുകളെക്കുറിച്ചും മറ്റും അയാൾ സുൽത്താന് വിവരം നൽകുമെങ്കിലോ? അത് സംഭവിച്ചുകൂടാ പ്രഭു. എങ്ങനെ? മാർഗമുണ്ട് തിരുമേനി. അങ്ങൊരിക്കൽ കൂടി ആ ജ്യോത്സ്യനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുമെങ്കിൽ ബാക്കി കാര്യങ്ങൾ അടിയൻ നോക്കിക്കൊള്ളാം. എങ്കിൽ അങ്ങനെ തന്നെ. പ്രഭു, ഒരു കാര്യം കൂടി. എന്താണ് രാമ? പ്രഭു, ആ ദുഷ്ടനായ ചാരനെ അടിയന് നിഗ്രഹിക്കേണ്ടതായി വന്നേക്കും. രാജ്യദ്രോഹക്കുറ്റം മരണശിക്ഷ അർഹിക്കുന്നതാണ്, രാമൻ പറഞ്ഞു. രാമന്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ. രാജാവിന്റെ സവിധത്തിലേക്ക് ഭവ്യതയോടെ കടന്നു വന്ന ജ്യോത്സ്യൻ അദ്ദേഹത്തെ താണു തൊഴുതിട്ട് ഓരം ചേർന്ന് ഒതുങ്ങി നിന്നു. അപ്പോൾ അയാൾ സാമാന്യം വലിയൊരു ഭാണ്ഡക്കെട്ട് മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. ജ്യോത്സ്യരെ, ഈ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരം വിദൂഷകനായ തെന്നാലി രാമനാണ്. ഇദ്ദേഹത്തിന് താങ്കളോട് ചില സംശയങ്ങൾ ചോദിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ട് പോലും. ശരി പ്രഭു, ചോദിച്ചോളൂ തമ്പ്ര. ആ ഭാണ്ഡക്കെട്ടു താഴെ വെച്ചിട്ട് ജ്യോത്സ്യൻ ഇരിക്കൂ, രാമൻ പറഞ്ഞു. തെന്നാലി രാമൻ പറഞ്ഞതുപോലെ ജ്യോത്സ്യൻ അവിടെ ഇരുന്നു. താങ്കളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത്? വെങ്കിട വരാഹൻ. നല്ല പേര്. ആട്ടെ, താങ്കളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്ര കാലമാണെന്ന് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുമോ? രാമൻ ചോദിച്ചു. സാധിക്കും.
ഇനിയും 50 വർഷം കഴിഞ്ഞ് 82-ാം വയസ്സുവരെ അടിയന് ആയുർബലമുണ്ട്, ജ്യോത്സ്യൻ പറഞ്ഞു. തീർച്ചയാണോ? രാമൻ ചോദിച്ചു. അതേ തമ്പ്ര, ജ്യോതിഷത്തിന് പിഴവുണ്ടാവുകയില്ല. തെന്നാലിരാമൻ വീണ്ടും ചോദിച്ചു. തീർച്ചയാണോ? കൃഷ്ണദേവരായർ രാമന്റെ നീക്കങ്ങളെല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതേ തമ്പ്ര, ജ്യോതിഷം കണക്കാണ്. കൃത്യമായി കൂട്ടുന്ന കണക്ക് ഒരിക്കലും പിഴയ്ക്കുകയില്ല, ജ്യോത്സ്യൻ പറഞ്ഞു. അടുത്ത ക്ഷണത്തിൽ തെന്നാലിരാമന്റെ കയ്യിലിരുന്ന ഉടവാൾ ജ്യോതിഷന്റെ തല കൊയ്ത് തറയിലിട്ടു. നാളിതുവരെ അയാൾ കൂട്ടിയും കിഴിച്ചും തിട്ടപ്പെടുത്തി വെച്ചിരുന്ന അയാളുടെ ആയുസ്സിന്റെ കണക്ക് അവിടം കൊണ്ട് അവസാനിച്ചു. സുൽത്താന് കൈമാറുന്നതിനായി ഭാണ്ഡക്കെട്ടിൽ സൂക്ഷിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന രഹസ്യങ്ങളെല്ലാം പുറത്തെടുത്ത് തെന്നാലിരാമൻ കൃഷ്ണദേവരായരെ ബോധ്യപ്പെടുത്തി. തെന്നാലിരാമനെക്കുറിച്ച് കൃഷ്ണദേവരായർക്ക് അഭിമാനം തോന്നി. വിലപിടിപ്പുള്ള ധാരാളം പാരിതോഷികങ്ങൾ രാജാവ് തെന്നാലിരാമന് നൽകി.